ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഒരു കൈയിൽ SDP-യെയും മറുകൈയിൽ ജമാഅത്തെ ഇസ്ലാമിയെയും ചേർത്തുപിടിച്ചും വിദ്വേഷ പ്രചാരകനെ തലയിൽ കയറ്റിവെച്ചുമാണ് UDF പാലക്കാട് വിജയിച്ചതെന്ന മന്ത്രി MP രാജേഷ്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടെ പേര് പരാമർശിക്കാതെയായിരുന്നു വിദ്വേഷ പ്രചാരകൻ എന്നു വിളിച്ച് മന്ത്രിയുടെ ഒളിയമ്പ്. ഒറ്റപ്പാലത്ത് KP രാമകൃഷ്ണൻ അനുസ്മരണവും ഓർമ്മകളുടെ ഫയൽ എന്ന ആത്മകഥയുടെ പ്രകാശനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മതതീവ്രവാദ സാമുദായിക ശക്തികളും മാധ്യമപ്പടയും അണിനിരന്ന സമനിരപ്പല്ലാത്ത മൈതാനത്താണ് LDF പാലക്കാട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ചെങ്കുത്തായ കയറ്റം ചവിട്ടി കയറാനായിരുന്നു ഒറ്റപ്പെട്ടുപോയ ഇടതുമുന്നണിയുടെ ശ്രമം. ഇതിൽ മുന്നേറ്റം സൃഷ്ടിക്കാനായി. ഇതിനേക്കാൾ മികച്ച മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നതാണ്. എങ്കിലും നേരിയ വ്യത്യാസത്തിലാണ് രണ്ടാം സ്ഥാനം നഷ്ടമായത്. UDF വിജയത്തിൽ അവകാശവാദവുമായി SDP-യും ജമാഅത്തെ ഇസ്ലാമിയും രംഗത്തെത്തി കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും നേതാക്കളോടൊപ്പമുള്ള UDF സ്ഥാനാർത്ഥിയുടെ ഫോട്ടോകൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രചരിക്കുന്നത് ഇതിനു തെളിവാണ്. BJP-യെ നേരിടാൻ UDF-ന് കഴിയൂ എന്ന പ്രതീതി സൃഷ്ടിച്ചാണ് ഇവിടെ കോൺഗ്രസ് മത്സരിക്കുന്നതെന്നും MP രാജേഷ് ആരോപിച്ചു. ഇഞ്ചിനിഞ്ച് UDF-നും BJP-ക്കും ഒപ്പം ഇടതുപക്ഷത്തിന് പൊരുതി നിൽക്കാനായി, ഇഞ്ചിനിഞ്ച് പൊരുതി നിൽക്കാനായി മികച്ച പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. നല്ല രാഷ്ട്രീയ പോരാട്ടമാക്കിയിട്ടതിനെ മാറ്റി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 6 മാസം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 2200-ഓളം വോട്ട് കൂടി. 6 മാസം മുമ്പുള്ളതിനേക്കാൾ 3 കൊല്ലം മുമ്പ് 2021-ൽ 99 സീറ്റിൽ കേരളമാകെ LDF ജയിച്ചപ്പോഴും 3-ാം സ്ഥാനത്ത് വീണ്ടും വോട്ട് കുറഞ്ഞ നിലയിൽ നിന്ന് 860 വോട്ട് തവണ കൂട്ടി. പ്രേംകുമാർ MLA അധ്യക്ഷനായി. മുൻ MP S അജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. K ഗംഗാധരൻ, ഡോക്ടർ നാസർ, സന്തോഷ്, MR മുരളി, S കൃഷ്ണദാസ് എന്നിവർ പ്രസംഗിച്ചു. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.